വ്ളോഗിലൂടെയായി വിശേഷങ്ങൾ പങ്കുവച്ച് സജീവമാണ് മാളവിക കൃഷ്ണദാസ്. നായികാനായകനിലെ സഹതാരം തേജസാണ് മാളവികയുടെ ജീവിത പങ്കാളി. മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനാണ് തേജസ്. രസകരമായി സംസാരിച്ച് തേജസും വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. താൻ ആഗ്രഹിച്ചതുപോലെയൊരു വീട് പണിതതിൻ്റെ സന്തോഷത്തിലാണ് മാളവിക. തുടക്കം മുതലേ ഹോം ടൂർ വീഡിയോ ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. കുറച്ച് പണികളൊക്കെ പെൻഡിങ്ങിലായിരുന്നു. ഇപ്പോഴാണ് സമയം കിട്ടിയത്. 10 ലക്ഷത്തിലധികം പേരാണ് ഇതിനകം മാളവിക കൃഷ്ണദാസിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ കണ്ടത്. ഗുൽസുവിൻ്റെ പേരിനോട് സാമ്യം വരുന്ന പേരാണ് വീടിന് നൽകിയത്, ഗുൽമോഹർ. അവൾ വന്നതിന് ശേഷമാണല്ലോ വീട് പണിയുന്നത്. പിന്നെ ഗുൽമോഹറിനോട് എനിക്ക് പ്രത്യേകമായൊരു ഇഷ്ടമുണ്ടെന്നും മാളവിക പറയുന്നു. ആദ്യമായാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഒരു വീടുണ്ടാക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങിയൊരു വീടായിരിക്കണമെന്നുണ്ടായിരുന്നു. പഴമയിലേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയാണ്. വീടിൻ്റെ മതിൽ ആയാലും ജനലായാലും മരങ്ങളായാലുമൊക്കെ പഴമ വിളിച്ചോതുന്നുണ്ട്. കാർ പാർക്കിങ്ങൊന്നും സെപ്പറേറ്റഡ് കൊടുത്തിട്ടില്ല. വീട് എന്ന് പറഞ്ഞു പണ്ട് നമ്മൾ വരയ്ക്കില്ലേ, അതുപോലെയൊരു ഇമേജായിരുന്നു മനസ്സിൽ. അതുപോലെ തന്നെ വന്നിട്ടുണ്ട് എല്ലാം. വിശാലമായ നീളൻ വരാന്ത. അമ്മയ്ക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. പട്ടികളൊക്കെ കയറുമെന്നായിരുന്നു പറഞ്ഞത്. അവസാനം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിത്തരികയായിരുന്നു. കോളിംഗ് ബെല്ലിന് പകരമായി മണിയാണ് കൊടുത്തിട്ടുള്ളത്. കരിമ്പനയുടെ തൂണുകളാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. 2 പാളിയുള്ള വാതിലായിരിക്കണം എന്നാഗ്രഹിച്ചിരുന്നു. ഫർണിച്ചറുകളെല്ലാം പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്. 4 പേർക്ക് ഇരിക്കാൻ പറ്റിയതാണ് ഡൈനിങ് ഏരിയ. ഹൈ ചെയറാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിനായി ഒത്തിരി സ്ഥലം കളയാനില്ലായിരുന്നു. അതിനൊപ്പമായി തന്നെ ചെറിയൊരു വാഷ് ബേസിനും സെറ്റാക്കി. തമിഴ് കൾച്ചറിനോട് ഭയങ്കരമായൊരു ഇഷ്ടമാണ്. അങ്ങനെയാണ് അടുക്കളയിലെ പിച്ചള പാത്രങ്ങൾ വാങ്ങിവെച്ചത്. അതുപോലെ പല സ്ഥലങ്ങളിലും കോലം ഡിസൈനും കാണാം. അതൊക്കെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ആത്തൻകുടി ടൈൽസാണ് ആഗ്രഹിച്ചതെങ്കിലും അടച്ചിട്ട് പോകുമ്പോൾ പ്രശ്നമാവുമെന്ന് അറിഞ്ഞപ്പോൾ അതിനോട് സാമ്യമുള്ളതിലേക്ക് മാറുകയായിരുന്നു. വീട്ടിനകത്ത് പുല്ലും മരങ്ങളുമൊക്കെ സെറ്റാക്കാൻ പ്ലാനുണ്ടായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് മാറ്റിയത്. ഇവിടെ ഇങ്ങനെ വെള്ളം നിറയുമ്പോൾ സ്വിമ്മിംഗ് പൂൾ പോലെയിരിക്കും. നല്ല രസമാണ്. കോർട്ട് യാർഡിലെ വിശേഷങ്ങളും മാളവിക കാണിച്ചിരുന്നു. വീടിന് തൊട്ടടുത്തായി കുളം ഉള്ളപ്പോൾ അത് ഉപയോഗപ്പെടുത്തണമല്ലോ. ബെഡ്റൂമിലെ ജനൽ തുറക്കുമ്പോൾ കാണുന്നത് കുളമാണ്. ആ കാഴ്ച എത്ര മനോഹരമാണ്. സ്ഥിരം കാണുന്ന ടൈപ്പ് ഫോട്ടോ ഫ്രെയിം വേണ്ടെന്ന് വെച്ച് ആർട്ടിസ്റ്ററിലേക്ക് നീങ്ങുകയായിരുന്നു. ഇൻറ്റീരിയലിന് മാച്ചായി തന്നെ ഫർണിച്ചറുകളും തിരഞ്ഞെടുക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നിലേക്ക് വന്നതാണ് ഗുൽമോഹർ. കാറിൽ പോകുന്നതിനിടെ നടത്തിയൊരു സംഭാഷണമാണ് ഇതിലേക്ക് നയിച്ചത്. ഞാനായിട്ട് ആദ്യമായിട്ടുണ്ടാക്കിയ വീടാണ്. എല്ലാം ഒത്തുവന്നപ്പോൾ അത് യാഥാർത്ഥ്യമായി. തേജസേട്ടനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എക്സാമൊക്കെയായി ആളിപ്പോൾ നല്ല തിരക്കിലാണ്. അധികം വൈകാതെ ഞങ്ങളോടൊപ്പം ചേരും. ഗുൽസുവിനു നിന്നും ഗുൽമോഹറിലെത്തി ഇനി ഗുൽനൂറിലേക്കും അധികം വൈകാതെ ആ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും എന്നും പറഞ്ഞായിരുന്നു മാളവിക സംസാരം നിർത്തിയത്.